കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ അടക്കമുള്ളവർക്കായി തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് തെരച്ചിൽ ആരംഭിച്ചത്. ഗംഗാവലി പുഴയിൽ നാവികസേന ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈശ്വർ മാൽപേ സംഘം ഉടൻ തന്നെ ഗംഗാവലി പുഴയിൽ ഇറങ്ങും. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. ഈശ്വർ മാൽപേ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്ന തത്സമയ സംപ്രേഷണം. ഹലോ അണ്ണ എല്ലാവർക്കും നമ്പർ ഇന്ന് മണി 9-10 മണി കറക്റ്റായി നമ്മൾക്ക് വെള്ളം പോകും. ഇപ്പം ഇത് ഇവിടെ പറഞ്ഞ സമയത്തിൽ വെള്ളം കൊഞ്ചം കലക്കുണ്ട്, റെഡ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ട്, എല്ലാം കൊഞ്ചം റെഡ് ഉണ്ട്. അടിഭാഗത്തിൽ ഞങ്ങൾ അണ്ടർ ടോർച്ചിട്ട് കാണുന്നില്ലെങ്കിൽ ഓരോ ബുദ്ധിമുട്ടാവും. നമ്മളിപ്പോൾ അടയാളം ഉണ്ട്, ഇപ്പോൾ കയറ് കിട്ടിയത് നിങ്ങൾ പ്ലോട്ട് ആക്കിയിട്ട് പോയിട്ടുണ്ട്. ആ പ്ലോട്ടിൽ പോയിട്ട് നമ്മൾ ഒരു നിങ്ങൾ നോക്കിയ ഒരു സ്ഥല കേന്ദ്രബിന്ദുവാക്കി ആ സ്ഥലത്ത് നിന്ന് പോയിട്ട് തേടും. ഇപ്പോൾ ഇറങ്ങും, 10 മണി കറക്റ്റായിട്ട് ഇറങ്ങും. കളക്കൊരു പ്രശ്നം പറഞ്ഞാൽ കളക്കായങ്ങൾ 0 പോസിറ്റോ കീഴെ ഒന്നും കാണാൻ വയ്യ. അതിന് ഞങ്ങൾ ടോർച്ചുണ്ട്, അണ്ടർവുഡ് ടോർച്ചുണ്ട് സ്പെഷ്യലിട്ട്. ആ ടോർച്ച് ഇട്ടിട്ട് ഞങ്ങൾ നോക്കും. ഇപ്പോൾ ആ ക്രെയിൻ ഇപ്പോൾ 11 മണിക്ക് വരും. അവിടെ ഒരു ആലമരം ഉണ്ട്, അതിന് മേലാക്കും. ഇപ്പോൾ എടുക്കും. ഇപ്പോൾ ഞങ്ങളിപ്പോൾ മേലധികാരിക്ക് ജില്ലാടിക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഒരു കീഴെ പോയിട്ട് നോക്കൂ. അതിൽ പിന്നെ ഞങ്ങൾ ആ ആൽമരം എടുത്തിട്ട് വില ഇല്ല, ഒരു റോഡിൽ നിൽക്കട്ടെ, നമുക്കൊന്നും അത് പ്രശ്നമില്ല. അതിപ്പോൾ ആലമരം എടുക്കണമല്ല, ഇവിടെ നിന്ന് വലിക്കും. ഈ സൈഡ് എത് ജാഗുണ്ട്, എത്ര ദൂരം വയറുണ്ട്, വയറാക്കിയിട്ട് വലിക്കും. അത് എന്തെങ്കിലും சொல்லணும், കറക്റ്റായി சொல்லு. ഈശ്വർ മാൽപ്പയാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം അല്പസമയം മുമ്പ് ഈ മാർക്ക് ചെയ്ത സ്ഥലത്തിനടുത്തേക്ക് പോയി. അവിടെ ഉണ്ടായ സാഹചര്യമാണ് അദ്ദേഹം പറഞ്ഞത്. വെള്ളം നല്ല കലങ്ങി ഒഴുകുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന സാഹചര്യമല്ല. ഒരുപക്ഷെ രാത്രി നല്ല രീതിയിൽ മഴ പെയ്തിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആ തരത്തിൽ കലങ്ങി ഉള്ള ഒരു സാഹചര്യം. അതുകൊണ്ട് ഈ കലക്കം ഉള്ളത് കൊണ്ട് ഇന്നത്തെ തെരച്ചിൽ ഒരല്പം ദുഷ്കരമാണ്. പക്ഷേ അതിനുള്ള ടോർച്ച് അടക്കമുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട് എന്നതാണ് ഈശ്വർ മാൽപ്പേ പറയുന്നത്. അതോടൊപ്പം 11 മണിയോടെ ക്രെയിൻ എത്തിക്കും. ക്രെയിൻ എത്തിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു ആൽമരം അവിടെയുണ്ട്. ആ ആൽമരം, ഈ മാർക്ക് ചെയ്ത പൊസിഷനിൽ ഒരു ആൽമരമുണ്ട്, ആ ആൽമരം പൊക്കാൻ വേണ്ടി കഴിയും എന്നതാണ് ഈശ്വർ മാൽപ്പേ പറയുന്നത്. 11 മണിയോടെ ക്രെയിൻ എത്തുന്നതോടെയാണ് പ്രധാനപ്പെട്ട ഒരു ഘട്ടം ഇന്നത്തെ തെരച്ചിലിൻ്റെ തുടങ്ങുക. ആൽമരം എടുത്തതിന് ശേഷം പിന്നീട് ഡ്രഡ്ജർ എത്തിച്ചാൽ അനായാസം മണ്ണ് മാറ്റാൻ വേണ്ടി കഴിയും. മാത്രമല്ല മുങ്ങൽ വിദഗ്ധർക്ക് താഴേക്ക് പോകാനുള്ള സൗകര്യവും അത്തരത്തിൽ അതുകൊണ്ട് ഉണ്ടാവും. ഒപ്പം തന്നെ നേവിയും അല്പസമയം മുമ്പ് ഇവിടെ എത്തി ഈ മാർക്ക് ചെയ്ത സ്ഥലത്ത് നിരീക്ഷണം നടത്തി മടങ്ങിയിട്ടുണ്ട്. 15 അംഗ സംഘമാണ് നേവിയുടെ ഇവിടെ എത്തിയിട്ടുള്ളത്. അതിൽ 2 പേർ ആദ്യഘട്ടത്തിൽ ഇവിടെ ഇറങ്ങും എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം തെരച്ചിൽ ഇന്നത്തെ നടക്കും. ഈശ്വർ മാൽപ്പയുടെ സംഘവും ഈ തെരച്ചിലിൽ ഇന്നത്തെ തെരച്ചിലിൽ ഒപ്പമുണ്ട്. NDRF ടീമും രാവിലെയോടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഏതാണ്ട് 10 മണിയോടെ ഈ രക്ഷാദൗത്യം, ഇന്നത്തെ ദൗത്യം തുടങ്ങും എന്നതാണ് ഈശ്വർ മാൽപ്പേ സംഘം അറിയിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ തുടങ്ങുകയും ചെയ്തു. വിവരങ്ങൾ നൽകി. ഷിരൂരിൽ 40 സമയത്തിനകം തെരച്ചിൽ ആരംഭിക്കും.